കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി കൺവൾസൻ ഡ്രഗ്സ് ആണ്. സോ എന്താണ് ആൻറ്റി കൺവൾസൻ ഡ്രഗ്? സോ ആൻറ്റി കൺവൾസൻ ഡ്രഗ് എന്ന് പറയുന്നത് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് എന്നും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി എപ്പിലെപ്റ്റിക് എന്ന് പറഞ്ഞാലും ആൻറ്റി കൺവൾസൻ എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. സോ ബേസിക്കലി ഈ എപ്പിലെപ്സി കാരണം ഉണ്ടാകുന്ന സീഷേഴ്സിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൻറ്റി കൺവൾസൻ അല്ലെങ്കിൽ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നത്. മറന്നു പോകരുത്. സോ ബേസിക്കലി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, ഇപ്പോൾ ബൈപോളാർ ഡിസീസ് അല്ലെങ്കിൽ ന്യൂറോപ്പത്തിക് പെയിന് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലൊക്കെ നമ്മൾ ഈ ആൻറ്റി കൺവൾസൻ ഡ്രഗ്സുകൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതലും വരുന്നത് ഫിനറ്റോയിൻ പോലെ ഡ്രഗാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിനറ്റോയിനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഫിനറ്റോയിൻ ആൻറ്റി കൺവൾസൻ ഡ്രഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ സീഷർ മാനേജ്മെന്റിൽ ഒരുപാട് ഡ്രഗ്സുകൾ വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റി കൺവൾസൻ ഡ്രഗിനെ പറ്റി നമ്മൾ അറിയണം. സോ ആൻറ്റി കൺവൾസൻ ഡ്രഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് കൊമേഴ്സ്യലി അവൈലബിൾ ആണ്. അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ഇറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഡിഫറെൻ്റ് ആസ്പെക്ട്സിലായിരിക്കും അത് അഫക്റ്റ് ചെയ്യുക. അതായത് ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിലായിരിക്കും അഫക്റ്റ് ചെയ്യുക. അപ്പം ആൻറ്റി കൺവൾസൻ ഡ്രഗ് എന്ന് പറയുന്നത് ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി. സോ എപ്പിലെപ്സിയിൽ എങ്ങനെയാണ് ആൻറ്റി കൺവൾസൻ ഡ്രഗ് ഉപയോഗം വരുന്നത്? സോ ഇങ്ങനെയുള്ള ഈ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകൾ സീഷേഴ്സിനെ കുറയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ന്യൂറോണൽ ഫയറിംഗ് പാറ്റേൺസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രെയിനിലൂടെ ചെറിയ തരത്തിലൊരു കറണ്ട് കടന്നു പോകുന്നുണ്ട്. ആ കറണ്ട് നമ്മൾ സ്റ്റിമുലസ്, ഇമ്പൾസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ആ ഇമ്പൾസും ആവേഗവും കാരണമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അബ്നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഈ സീഷേഴ്സ് കാരണമാകുന്ന ഇമ്പൾസുകളെ കുറയ്ക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനിലുള്ള ഈ ബ്രെയിൻ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ കുറച്ചുകൊണ്ട് അബ്നോർമൽ ആയിട്ടുള്ള ന്യൂറോണൽ ഫയറിംഗ് പാറ്റേൺസിനെ നമ്മൾ കുറച്ചുകൊണ്ടാണ് നമ്മളെ മെയിൻ ആയിട്ട് ഈ സീഷർ കുറയ്ക്കുന്നത്. ഇനി അത് മാത്രമല്ല, എപ്പിലെപ്സി, നമ്മൾ ബൈപോളാർ ഡിസോർഡർ, അങ്ങനെ ഒരുപാട് ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ന്യൂറോപ്പത്തിക് പെയിൻ മാനേജ്മെന്റ്, അതായത് നമുക്ക് ഉണ്ടാവുന്ന പേഷ്യൻ്റ് ഉണ്ടാവുന്ന ക്രോണിക് പെയിൻ സിൻഡ്രോത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ പല ഡ്രഗ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മൊത്തം മനസ്സിലാക്കുക, ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനെയാണ് ഡിഫറെൻറ്റ് ആസ്പെക്റ്റിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം. സോ എപ്പിലെപ്സിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ മോഡുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ അബ്നോർമൽ ന്യൂറോണൽ ഫയറിംഗ് പാറ്റേൺസിനെയും കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ മറ്റുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ന്യൂറോപ്പത്തിക് പെയിൻ മാനേജ്മെന്റും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ. വായിച്ചോളാം. പല ഡ്രഗ്സുകൾ നമ്മൾ പലയിടത്തും പഠിക്കും. അപ്പം എല്ലാത്തിൻ്റെയും ഡ്രഗ്സുകൾ നമ്മൾ പലയിടത്തും പഠിക്കുന്നത് കൊണ്ട് എല്ലാ ഡ്രഗ്സും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ചില 2-3 ഡ്രഗ്സ് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. 2-3 ഡ്രഗ്സുകളും കൂടെ അതിനെ പഠിച്ച് തന്നെ വെച്ചങ്ങ് പോവുക കേട്ടോ. സോ നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഫിനറ്റോയിൻ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫിനറ്റോയിൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ ബാർബിറ്റുറേറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ബാക്കി വരുന്ന ഡ്രഗ്സുകളൊക്കെ നമ്മൾ പഠിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫിനറ്റോയിൻ മാത്രമേ പറയുന്നുള്ളൂ. സോ ഫിനറ്റോയിൻ എന്ന് പറയുന്നത് ആൻറ്റി കൺവൾസൻ പ്രോപ്പർട്ടി ഉള്ളത് തന്നെയാണ്. സോ അതൊരു ഹിഡൻറ്റോയിൻ ഡെറിവേറ്റീവ് ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഇറ്റ് ഹാസ് ബിൻ ക്ലിനിക്കൽ യൂസ് ഫോർ ഡെക്കേഡ്സ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഫിനറ്റോയിൻ ആണ് കേട്ടോ. സോ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫിനറ്റോയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീഷേഴ്സിനെ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ബേസിക്കലി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഗ്രാൻഡ് മാൽ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിനെയാണ് കുറയ്ക്കുക. ശ്രദ്ധിച്ചു വെക്കുക, ഗ്രാൻഡ് മാൽ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷറിന് അഗെയിൻസ്റ്റ് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഫിനറ്റോയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസിനകത്ത് ഗ്രാൻഡ് മാൽ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷർ നമുക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല, നെർവസ് സിസ്റ്റം സർജറി ഒക്കെ, ബ്രെയിനിൻ്റെ ഒക്കെ സർജറിക്കൊക്കെ ശേഷം നമുക്ക് ഉണ്ടാവുന്ന സീഷേഴ്സും ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ വരാതിരിക്കാനും ഒക്കെ നമ്മൾ ഫിനറ്റോയിൻ കൊടുക്കാറുണ്ട്. എന്താണ്? ഒന്നെങ്കിൽ ബ്രെയിൻ ഓർ നെർവസ് സിസ്റ്റം സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് ഇരിക്കെ ഉണ്ടാവുന്ന സീഷേഴ്സിനെയൊക്കെ കുറക്കാൻ വേണ്ടി നമ്മൾ ഫിനറ്റോയിൻ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനറ്റോയിൻ എങ്ങനെ വർക്ക് ചെയ്യുക? അബ്നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ബ്രെയിനിൽ ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നോൺ സ്പെസിഫിക് സോഡിയം ചാനൽ ബ്ലോക്കർ ആണ്. അപ്പോൾ സോഡിയം ചാനൽ ബ്ലോക്കറും കൂടെയാണ് ആര്? ഫിനറ്റോയിൻ.
ഫിനറ്റോയിൻ ആൻഡ് ടാർഗറ്റിംഗ് മൾട്ടിപ്പിൾ വോൾട്ടേജ് ഗാൻഡഡ് സോഡിയം ചാനൽ സബ് ടൈപ്പ്. അപ്പം എന്താണ് മൾട്ടിപ്പിൾ വോൾട്ടേജ് ഗാൻഡഡ് സോഡിയം ചാനൽ സബ് ടൈപ്പിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഒന്ന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുന്നു, നോൺ സ്പെസിഫിക് സോഡിയം ചാനൽ ബ്ലോക്കർ ആണ്, ആൻഡ് മൾട്ടിപ്പിൾ വോൾട്ടേജ് ഗാൻഡഡ് സോഡിയം ചാനൽ സബ് ടൈപ്പും കൂടെ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫിനറ്റോയിൻ ആൻറ്റി കൺവൾസൻ്റ് ആണ്, ഫിനറ്റോയിൻ ഡെറിവേറ്റീവ് ആണ്, ആൻഡ് ഗ്രാൻമൽ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഡിയം ചാനൽ ബ്ലോക്കർ പറഞ്ഞ കാര്യമാണ്, അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. സോ ഹൈ ഫ്രീക്വൻസി ഫയറിങ്, അതായത് നമുക്ക് ഉണ്ടാവുന്ന ഈ ഹൈ ഫ്രീക്വൻസി ഉണ്ടാവുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ, നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ സീഷറിന് കാരണമാകുന്ന ഈ ഹൈ ഫ്രീക്വൻസി ആക്ഷൻ പൊട്ടൻഷ്യലൊക്കെ എക്സസീവ് ആയിട്ടുള്ള ന്യൂറോണൽ എക്സൈറ്റേഷൻ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കുറയ്ക്കാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ നമ്മൾ അതിനൂടെ ഒന്ന് എന്താണ് വലുതാക്കി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് യൂസ് ഡിപ്പെൻഡ് ബ്ലോക്സ്, ഫിനറ്റോയിൻ യൂസ് ഡിപ്പെൻഡ് ബ്ലോക്സ് കാണിക്കാറുണ്ട്. അതായത് എഫിഷ്യൻസി നമ്മൾ ഹയർ ദ ഫ്രീക്വൻസി ഓഫ് ന്യൂറോണൽ ഫയറിംഗ്, അതായത് എത്രത്തോളം ബ്രെയിനിൽ ന്യൂറോണൽ ഫയറിംഗ് ഉണ്ടാകുന്നു അതനുസരിച്ച് എഫിഷ്യൻസി കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഒരാൾക്ക് സീഷർ ഉണ്ടാവാനുള്ള കാരണം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇത് ടാർഗറ്റ് ചെയ്തുകൊണ്ട്, സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്തുകൊണ്ട് സീഷർ ആക്ടിവിറ്റിക്ക് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡ്രഗ് തന്നെയാണ് ഫിനറ്റോയിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അഡീഷണൽ മെക്കാനിസം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫിനറ്റോയിൻ കാൽഷ്യം ചാനലും പൊട്ടാസ്യം ചാനലും ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനെയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി ഓവറോൾ ആൻറ്റി കൺവൾസൻ്റ് എഫക്റ്റ് തന്നെയാണ് ഫിനറ്റോയിൻ ഉള്ളത്. സോ ഇത് പഠിച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ. ആദ്യം പറഞ്ഞ കാര്യം തന്നെ പഠിക്കുക, അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്പ്ലനേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് കാര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളതാണ്. സോ ഇത് നമ്മുടെ ഫോർമുലേഷൻസ് ആണ്. സോ ക്യാപ്സ്യൂൾ 30 mg, 100 mg, പിന്നെ 200 mg ആൻഡ് 125 per 5 ml സസ്പെൻഷനായിട്ടും ഇഞ്ചക്ഷനായിട്ട് 50 mg per ml നമുക്ക് ഡോസുകൾ അവൈലബിൾ ആണ്. ഇമ്മീഡിയറ്റ് റിലീസും ഉണ്ട്, എക്സ്റ്റൻഡ് റിലീസും ഉണ്ട് കേട്ടോ. സോ പെട്ടെന്ന് റിലീസാണ്, ക്വിക്ക് അറ്റ് വൺ സെറ്റ് കിട്ടുന്നതും പിന്നെ പയ്യെ ഒരു സ്ലോ ആയിട്ട് ഒരു സ്പെസിഫിക് ടൈമിൽ കിട്ടുന്ന ഡ്രഗ്സുകളും ഉണ്ട്. പറ്റുന്ന സ്ട്രെങ്ത്തുകളൊക്കെ നോക്കി വെക്കാൻ നല്ല എളുപ്പം ഉണ്ടായിരിക്കും. സോ ഫിനറ്റോയിൻ്റെ യൂസ് ഞാൻ പറഞ്ഞു, എപ്പിലെപ്സി കൊടുക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞു. സോ ബേസിക്കലി ഫിനറ്റോയിൻ നമ്മൾ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് ഗ്രാൻമാലിന് കൊടുക്കാറുണ്ട്, കോംപ്ലക്സിന് കൊടുക്കാറുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ എപ്പിലെപ്സിക്ക് മറ്റുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പം കോമ്പിനേഷൻ ആയിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്ട്രാറ്റസ് എപ്പിലെപ്റ്റിക്കസ്, സോ എമർജൻസി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ IV ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്, അതായത് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ഉണ്ടാകുന്ന റിപ്പീറ്റ് ആയിട്ട് വരുന്ന സീഷേഴ്സിന് പോലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ഫിനറ്റോയിൻ. അപ്പം തന്നെ ഫിനറ്റോയിൻ്റെ യൂസ് മനസ്സിലായില്ല, അത്രയും അടിപൊളി ഡ്രഗാണ് ഫിനറ്റോയിൻ. പിന്നെ ന്യൂറോ സർജറിയുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. സോ നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. സോ ബേസിക്കലി കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത്രയും നല്ലൊരു ഡ്രഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഫിനറ്റോയിൻ ഓർ അതർ ഹിഡൻറ്റോയിൻ. സോ ബേസിക്കലി ചില ആൾക്കാർക്ക് ഹിഡൻറ്റോയിൻസോ അല്ലെങ്കിൽ ഈ ഫിനറ്റോയിനോട് കൂടി ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കാറുണ്ട്. ആൻഡ് സൈനസ് ബ്രാഡികാർഡിയ ഉള്ളവരുണ്ട്. ആൻഡ് സൈനോ ആർട്ടൽ ബ്ലോക്ക് ഉള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി AV ബ്ലോക്ക് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് ആദം സ്ട്രോക്ക് സിൻഡ്രം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലിവർ ഡിസീസ് ആൻഡ് പ്രോഫൈറിയ, ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. ഗ്ലൂക്കോസ് ലെവലിനൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടാവാറുണ്ട്. സോ ബേസിക്കലി ഇത്രയും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ മോണിറ്ററിങ് വേണ്ട ഒരു ഡ്രഗ് ആണല്ലേ, നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഡ്രഗ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമല്ല പ്രായമായ ആൾക്കാരിൽ കൊടുക്കുവാണ് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മോണിറ്ററിങ് ഓഫ് പേഷ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ സൈഡ് എഫക്റ്റും ഡ്രഗ് ഇൻട്രാക്ഷനും ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ ഡ്രഗുകൾ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റിനോട് ചോദിച്ച് ഇനി മുന്നുള്ള ഡ്രഗ്സുകൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുക. പിന്നെ ബേസിക്കലി ബ്ലഡ് ലെവൽ മോണിറ്ററിങ് നമ്മൾ ചെയ്യണം. എന്തിനാ ചെയ്യുന്നത്, കാര്യം എന്താണ്, ഇതൊരു നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗാണ് കേട്ടോ. അതായത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല, ഒരു ഡോസൊക്കെ മാറിക്കഴിഞ്ഞാൽ ടോക്സിറ്റി കാണിക്കുന്ന ഒരു ഡ്രഗാണ് അല്ലെങ്കിൽ പ്രശ്നം വരുന്നൊരു ഡ്രഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ലെവൽ മോണിറ്ററിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഏകദേശം 10 to 20 μg/ml ആയിരിക്കണം എൻ്റെ യൂണിറ്റ് വരേണ്ടത്. സോ ഇതൊക്കെ എക്സ്ട്രാ ടോപ്പിക്കാണ്, പറ്റുവാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ഡ്രഗാണ്. ബാക്കിയുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ഫിനറ്റോയിനെ പറ്റി ഞാൻ പറഞ്ഞു. ഫിനറ്റോയിൻ എപ്പിലെപ്സി കൊടുക്കാറുണ്ട്, സ്റ്റാറ്റസ് എപ്പിലെപ്സി ഞാൻ പറഞ്ഞ കാര്യമാണ്. സോഡിയം ചാനൽ ബ്ലോക്കിംഗ്, ഇൻഹിബിഷൻ ഓഫ് ഹൈ ഫ്രീക്വൻസി ഫയറിംഗ് ആണ്
ആണ് ആൻഡ് അഡീഷണൽ മെക്കാനിസം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് വേറെന്താ പറഞ്ഞേ, ഇത്രയല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ അല്ലേ, ഒന്നുമില്ലല്ലോ. അപ്പം നെക്സ്റ്റ് വേണം. താങ്ക് യു.